ഗൈസ് ഞങ്ങളിങ്ങനെ കേക്ക് ഉണ്ടാക്കുന്ന പരിപാടിയിലാണ് ഗൈസ്. ഞങ്ങളിങ്ങനെ ഒരു കരിമണ്ണും അങ്ങനെ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. കരിമണ്ണ് നല്ല തരിയായിട്ടുള്ള നല്ല അടിപൊളി മണ്ണ് ഗൈസ്, നല്ല ഫ്രഷ് മണ്ണാണ്. അപ്പോൾ ഈ ഒരു പാത്രത്തിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. ഇതാണ് നമ്മളെ കുപ്പി തരിമണ്ണ്. എങ്ങനെയുണ്ട് ഗൈസ്? അപ്പം അങ്ങനെ അതുകൊണ്ട് കുറച്ച് പട്ടിശാവ് പിന്നെ കുറേ എന്താ പറയുക, ഒരു പെട്ടിയിലും കുപ്പിയിലൊക്കെ ആയിരുന്നുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങളങ്ങനെ ആക്കിയതാട്ടോ. പിന്നെ വലിയൊരു പെട്ടി കിട്ടിയപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്താൽ അറിയാം, ഫുൾ അതിലേക്ക് ചേച്ചാൻ നിന്നു കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് പിഷ്കന്മാരായത് കൊണ്ട് ഗൈസ് ആ കുപ്പിയിട്ട് കഴിഞ്ഞതുകൊണ്ട് പിന്നെ നേരെ റിവേഴ്സിൽ തയ്ക്കണ്ടാക്കി ഗൈസ്. നമ്മൾ കരിമണ്ണിനെ പോലും വെറുതെ വിടില്ല ഗൈസ്. ലാസ്റ്റത്തേൽ ഞാൻ കരിമണ്ണ് വെറുതെ വിടുന്നതായിട്ട് കാണും, പക്ഷെ ഞാനത് വീഡിയോ കട്ട് ചെയ്തിട്ട് എടുക്കും. അതാണ് എൻ്റെ മെയിൻ. അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ കസിനൊക്കെ എൻ്റെ ആൻറ്റീൻ്റെ കുട്ടികളൊക്കെ വന്നിട്ട് കസിൻസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ വേറൊരു കുപ്പിയിലാക്കാമെന്ന് വിചാരിച്ചു. അതിലും കുറേ വേണം എന്ന് വിചാരിച്ചു ഗൈസ്. അപ്പം ഉണ്ട് കേട്ടോ അടുത്ത പണിയെടുക്കാനായിട്ട് നോക്കുന്നത്. പണിയെടുക്കാൻ വിളിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സ്റ്റൂളൊക്കെ കണ്ടിട്ട് വളരെ കഴുകി ഞങ്ങൾ സ്റ്റൈലിട്ടല്ലോ. കഴുകിയതിന് ശേഷം വേറെ കുറേ പൊട്ടി ടൈൽസ് ഉണ്ടായിരുന്നു, ടൈൽസ് എല്ലാം കയറി സ്റ്റൂൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നേരെ റെഡിയാക്കിയിട്ട് പിന്നെ ഞങ്ങൾ മീൻ നോക്കി ചത്തോ ഇല്ലാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്തറിയോ, അതിന് തീറ്റ ആർത്തിയല്ല, ഞങ്ങൾ കുറച്ച് തീറ്റ എടുക്കാനുണ്ട്. അതിനിടെ ഞങ്ങൾ ഗൾഫിൽ നിന്ന് ഞങ്ങളല്ല ഒരാൾക്കാരും ഗൾഫിൽ നിന്ന് പറഞ്ഞാൽ കുറച്ച് സാധനം ഓർഗനൈസ് ആകാനുണ്ട്. അപ്പോൾ ഞാനത് അനങ്ങോ നോക്കാൻ വേണ്ടി കുറച്ച് തീറ്റ ഇട്ടെടുത്തു. എവിടെയാണ് അവിടെ നിന്നോട്ടെ, അതിൻ്റെ കാര്യത്തിൽ നോക്കിയോട്ടെ വിചാരിച്ചു ഞാനവിടെ വെച്ച് കൊടുത്തു. അപ്പോൾ ഗൈസ് നമ്മൾ കുറച്ച് പട്ടിഷകൾ ഞാൻ സാധാരണ ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ചിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഷോർട്സ് എടുക്കണതിൻ്റെ മിനിമം പരിപാടിയാണ് ഇതൊക്കെ ഞാൻ പറയണേ, എനിക്കെന്നെ അറിയില്ല. അപ്പോൾ ഞാൻ പണിയൊക്കെ എടുത്ത് വന്ന് കുഴങ്ങി വന്നതിന് ശേഷം ഗൈസ് ഞാൻ അതൊന്ന് എടുത്തിട്ട് അതിലേക്ക് പാരം വിചാരിച്ച ഗൈസ്. അതിൽ കുറേ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊക്കെ പോക്കിയതിന് ശേഷം അതിലേക്ക് പാരം വെച്ചു. കുറച്ചുള്ളൂ ഗൈസ്, ഇനി അതിൽ കുറച്ച് ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു മനസ്സിൽ എന്താ ചെയ്യലേ. കുപ്പിയിൽ പിന്നെ നോക്കി പൊടി പാർന്നോക്കി നല്ല തരിമണ്ണാണ്, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ഇപ്പം എന്നോട് തരിച്ചെടുത്താണ്. ഇപ്പം മണ്ണെടുത്ത് നല്ല ചീത്ത ഇട്ടാലും കുഴപ്പമില്ല, നോ പ്രോബ്ലം. അപ്പോൾ അത് ചീത്ത കുറച്ച് നേരമല്ലേ ഉണ്ടാവുള്ളൂ, തരിമണ്ണ് കുറേ ദിവസം ഉണ്ടാവില്ലേ, അങ്ങനെയല്ല. അപ്പോൾ ഞാൻ എല്ലാം കുറച്ച് ചിന്തയൊക്കെ ചെയ്തപ്പോൾ ഞാൻ ഫുള്ള് ഞാൻ പറഞ്ഞില്ല കട്ട് ചെയ്തിട്ട് ഞാൻ എടുക്കും ഒക്കെ ചെയ്യുന്നതാണ് ഗൈസ്. ഇനി എൻ്റെ കുപ്പിയിലേക്ക് കുറച്ചുള്ളൂ കേട്ടോ. അതുപോലെ ഞാൻ സൈഡത്തൊക്കെ നോരി എടുത്തതിന് ശേഷം ഞങ്ങൾ ഇതിലേക്ക് ഇട്ട് കേട്ടോ. ഇതിലേക്ക് ഇട്ടിട്ടില്ല, ഇവിടെ നല്ല ഒച്ചപ്പാടാണ്. ഞങ്ങൾ പണിയിലാണ്. കുറച്ചുള്ളൂ ഗൈസ്, കണ്ടോ മണ്ണ് എത്രയാണുള്ളതാണ് ഗൈസ്, ഇത്രയാണ് പോയത്. എങ്ങനെയുണ്ട്? ഇനി നമ്മൾ കേക്കിൻ്റെ നേരെ അടുത്ത വീഡിയോ ഇടാം. ബൈ ബൈ.